إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറയിൽ 181-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് പല മുഫസ്സിരീങ്ങളും പ്രസ്താവിച്ചതുപോലെ ഈ ഖുർആനിന്റെ അവസാനത്തെ വചനം ഇതാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. ഇതിനുശേഷം ആയത്തൊന്നും ഇറങ്ങിയിട്ടില്ല എന്നും പറയപ്പെടുന്നു. അല്ലാഹു അലം. നോക്കൂ നിങ്ങൾ അതിന്റെ വിശദീകരണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഭയപ്പെടണം. യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. തുർജഊന ഫീഹി, ആ ദിവസത്തിൽ നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ മടക്കപ്പെടുന്ന ആ ദിവസത്തിന് നിങ്ങൾ ഭയപ്പെടണം. ഏതാണ് ആ ദിവസം? ഹശ്റിന്റെ ദിവസമാണത്. അല്ലാഹുവിന്റെ അവൻ സഭയിൽ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. ശേഷം അല്ലാഹു പറയുന്നു, പിന്നീട് പൂർത്തീകരിച്ചു കൊടുക്കപ്പെടും, പിന്നീട് പൂർത്തിയാക്കി നൽകപ്പെടും. കുല്ലു നഫ്സിൻ, ഓരോ ദേഹത്തിനും, ഓരോ ആത്മാവിനും പൂർത്തിയാക്കി നൽകപ്പെടും. അവരുടെ സമ്പാദ്യം, അവർ എന്ത് ഈ ഐഹികമായ ജീവിതത്തിൽ സമ്പാദിച്ചുവോ, നല്ലതായിട്ടും ചീത്തയായിട്ടും എന്തൊക്കെ അവർ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ, അതിന് കൃത്യമായ പ്രതിഫലം നൽകുന്ന ഒരു നാളാണത്. അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് ഫാത്തിഹയിൽ അല്ലാഹു അനുസ്മരിപ്പിക്കുന്നത്. ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനുഷ്യൻ ഈ ഐഹിക ജീവിതത്തിൽ സമ്പാദിച്ച നന്മ തിന്മകൾക്ക് പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു പൂർത്തീകരിച്ചു നൽകുന്നതാണ്. അവർ ലാ യുദ്ലമൂൻ, ആക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനീതി അവരോട് കാണിക്കപ്പെടുകയില്ല. യാതൊരു തരത്തിലുള്ള അനീതിയും ഉണ്ടാകില്ല. തികച്ചും നീതിപൂർവകമായ ഒരു വിചാരണയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് കൃത്യമായ പ്രതിഫലം അവിടെ ലഭിക്കും. അല്ലാഹു ഇതിനെ ഉണർത്തുന്നു. അങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങൾക്ക് മുന്നിൽ വരാനുണ്ട്. ആ ദിവസത്തിന് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ഈ ജീവിതത്തിൽ നല്ലൊരു സജ്ജനങ്ങളുടെ കൂടെ നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായി മാറണം എന്നുള്ള ഒരു ഉത്ബോധനമാണ് അത് നൽകുന്നത്. ഈ ഉത്ബോധനത്തോടു കൂടിയാണ് ഖുർആനിന്റെ പരിസമാപ്തി കുറിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന 6236 വരുന്ന ആ ആയത്തുകൾക്ക് പരിസമാപ്തി കുറിക്കുന്നത് ഈ ആയത്തോടുകൂടിയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തന്നെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.